ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇയർ 12 കഴിഞ്ഞ സ്റ്റുഡൻസിന് പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുവാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് നഴ്സിംഗ് പഠിക്കുവാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതിനുവേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കെസിയയും ക്രിസ്റ്റീനയുമാണ്. കെസിയയും ക്രിസ്റ്റീനയും സ്വാഗതം. താങ്ക് യു. ഇവര് നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠിക്കാൻ വന്നവരാണ് ഇയർ 12 കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ഫസ്റ്റ് കെസിയ, ഈ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠിക്കുവാൻ വരുവാനുള്ള കാരണം, തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ബേസിക്കലി നഴ്സിംഗ് പഠിക്കാനുള്ള ഫസ്റ്റ് റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഫുള്ള് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്. സോ അങ്ങനെ ഒരു ഫാമിലി പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി നല്ല ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ പേരൻസിനും അതായിരുന്നു താല്പര്യം. ആൻഡ് നഴ്സിംഗ് ഈസ് ആക്ച്വലി ഒരു നല്ലൊരു പ്രൊഫഷനാണ്. അത് ഐ വോണ്ടഡ് ടു ഡു ദാറ്റ്. സോ ആ ഒരു റീസൺ കൊണ്ട് ഓസ്ട്രേലിയ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ദാറ്റ് ഐ ഫെൽറ്റ് പേഴ്സണലി. അപ്പം പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് ഐ ഫെൽറ്റ് ഓസ്ട്രേലിയ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ഫോർ നഴ്സിംഗ്. അതുകൊണ്ടാണ് ഞാൻ നഴ്സിംഗ് എടുത്തത്. എന്താണ് ക്രിസ്റ്റീനയുടെ ഓസ്ട്രേലിയക്ക് ഉള്ള ഉപരിപഠനത്തിന്റെ റീസണായിട്ട് പറയാനുള്ളത്? നഴ്സിംഗ് പഠിക്കാനുള്ള മെയിൻ റീസൺ തന്നെ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് തിങ്, നമുക്ക് ഈ കോഴ്സ് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേ തന്നെ ഒരു ജോലി എന്നുള്ള ഉറപ്പാണ്. നമുക്കറിയാം ബേസിക് ആയിട്ട് വേണ്ട ജോലി എന്ന് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അപ്പം നഴ്സിംഗ് മെയിനായിട്ടും എടുക്കാനുള്ള മെയിൻ കാരണം തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ ഓസ്ട്രേലിയ സെലക്ട് ചെയ്യാനുള്ള കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ഫോർ എഡ്യൂക്കേഷൻ. നല്ല ബെസ്റ്റ് എഡ്യൂക്കേഷൻ നമുക്ക് ഇവിടെ ഓസ്ട്രേലിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ റീസൺ ആണ്. ഇതൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾ ഓസ്ട്രേലിയ സെലക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ വന്നിട്ട് ഇപ്പം കെസിയ ഇവിടെ വന്നിട്ട് 1 year ആയി, ഓസ്ട്രേലിയ 1.5 year ആയി. അതുപോലെ ക്രിസ്റ്റീന ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 6 months ആയി. ഇപ്പൊ സോ ഫാർ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് പഠനം? So far compared to India, it's pretty light. എഡ്യൂക്കേഷൻ pretty light ആണ്. വെരി ഡിഫറെൻ്റ് ആണ് നാട്ടിലേക്കാട്ടിലും. നമ്മൾ അധികം സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കൂടുതലും അസൈൻമെൻറ്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യം ഇച്ചിരി കോപ്പ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് ഒരുക്കി തരുന്ന ഓരോ സർവീസസ് ഉണ്ട് നമ്മുടെ അസൈൻമെൻറ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് ആക്ച്വലി ഹെൽപ്ഡ് us through and we're still going. പിന്നെ നമുക്കിപ്പം നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മോർ ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കലാണ്, പ്രാക്ടിക്കൽ ദാൻ തിയറി. അപ്പം പ്രാക്ടിക്കലിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്യൂച്ചർ കരിയറിനും അത് ഭയങ്കരമായിട്ട് പ്ലസ് പോയിൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോഴ്സ് ആണെങ്കിൽ തന്നെ കൂടുതൽ നമുക്ക് നമ്മുടെ കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മെയിനായിട്ട് കരിയറുമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് കോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്ക്. ഓക്കെ, നിങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? ഈ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ? നമ്മൾക്ക് ഓരോ പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ കേരളത്തിന് വെളിയിൽ പോകുന്നു, ഇന്ത്യക്ക് വെളിയിൽ പോകുന്നു. അപ്പം ഈ ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്തായിട്ട് വന്നപ്പം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയെ പറ്റി? ഞങ്ങൾ ആക്ച്വലി നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. കാരണം നമ്മൾ ഒരു ഐഡിയ ഇല്ലാത്തൊരു കൺട്രിയിൽ വരുന്നു. സോ ലാംഗ്വേജ് ഇഷ്യൂസ് പിന്നെ കൾച്ചറൽ ഡിഫറൻസ് എല്ലാം നല്ല രീതിക്ക് ഉണ്ടാവുമെന്ന് ഓർത്തു. ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. ബട്ട് ഇവൻച്വലി വി ഗോട്ട് അഡ്ജസ്റ്റഡ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു എന്ന് വെച്ചാൽ എന്ത് കൾച്ചറാണോ? ലാംഗ്വേജ്, കാരണം ഓസ്ട്രേലിയൻ ആക്സെന്റ് വെരി സ്ട്രോങ്. എൻ്റെ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ബട്ട് വെരി സ്ട്രോങ് ഓസ്ട്രേലിയൻ ആക്സെന്റ്. ഇത് നമ്മൾ ഇപ്പം പാർട്ട് ടൈമിന് പോവുകയാണെങ്കിലും ഒരുപാട് ഓസ്ട്രേലിയൻസിനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ ആദ്യമൊക്കെ ഇച്ചിരി പാടുണ്ടായിരുന്നു. ബട്ട് ഇവൻച്വലി നമ്മളത് പ്രാക്ടീസായി ഇപ്പോൾ യൂസ് ടു ആയി. പിന്നെ കൾച്ചറൽ ഡിഫറൻസ് ആണെങ്കിലും നാട്ടിലത്തെ പോലെ ഒരു ഓണം, ക്രിസ്മസ് ആ ഒരു ഇതുണ്ടാവത്തില്ല. ബട്ട് ഇവിടെ വരുമ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത്, ലൈക്ക് നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ നമ്മുടെ പേരൻസ് ആയിരുന്നു നമ്മൾ കൂടുതൽ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതും. അവരെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ തന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാതെ എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് ചെയ്ത് നമ്മൾ തന്നെ അത് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയാണ്. ലൈക്ക് അതെ, നമ്മൾ ലൈഫിൽ കൂടുതൽ കുറേ ലെസൺസ് പഠിക്കുന്നുണ്ട് നമ്മൾ ഈ
പോയിന്റ് കോഴ്സിന്റെ ഡ്യൂറേഷൻ. നമ്മൾ കോഴ്സ് പഠിക്കുക മാത്രമല്ല ജീവിതം ജീവിതവും നമ്മൾ എന്താണ് ജീവിതം എന്താന്നുള്ള കാര്യം നമ്മൾ ഈ കൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ കെസിയെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി നമ്മുടെ നാട്ടിൽ ഓണം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒത്തിരി ഉത്സവങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ആക്ച്വലി മലയാളി കമ്മ്യൂണിറ്റി ഗാദറിംഗ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാം അറിഞ്ഞോളണമെന്നില്ല, പക്ഷെ നമ്മൾ പതുക്കെ ഒത്തിരി അസോസിയേഷനുകൾ ഒക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് പതുക്കെ ഇൻവോൾവ് ആവും. ഇനീഷ്യലി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടാകും. ഡെഫിനറ്റ്ലി അത് എല്ലാവരും ഒരു എക്സ്പെക്ട് ചെയ്യുന്നതും ആയ ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ലാംഗ്വേജ് ബാരിയർ എന്ന് വെച്ചാൽ അവരുടെ ആക്സെന്റ് എനിക്ക് വന്നപ്പം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്നിപ്പം പിന്നെയും കുഴപ്പമില്ല. അന്ന് പേരുകള് ഞാൻ 2006 അവിടെ വരുന്നത്. അന്ന് ഞാൻ ഈ പറയുന്ന പേരുകളൊന്നും പല പേരുകളും കേട്ടിട്ടില്ല. ഇവരുടെ സർനെയിം ഒന്നും പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ആദ്യം പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഏർലി 20s ഞാൻ എൻ്റെ ആ ഒരു ഏജിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ആ ഒരു ഏജിൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ +2 കഴിഞ്ഞ പിള്ളേരാണ്. അപ്പൊ നിങ്ങളുടെ നിങ്ങൾ അത്രയും പോലും ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് അത് പിക്ക് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കോപ്പി ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വരും, ആ കൾച്ചറിലേക്ക് നമ്മൾ വരും. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇപ്പം പാർട്ട് ടൈം ജോലിയുടെ കാര്യം പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു പാർട്ട് ടൈം ജോലിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നോ? ബുദ്ധിമുട്ടായി തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യലി നമ്മൾ കുറേ റിസർച്ചിന് വേണ്ടി ചെയ്യേണ്ടി വരുന്നുണ്ട്. ലൈക്ക് നമ്മളിപ്പം ഇവിടെ വന്ന ഉടനെ തന്നെ നമുക്ക് ജോലിയിലോട്ട് കയറാൻ പാടുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്കൊരു 3-4 months നമ്മൾ അതിനു വേണ്ടി ടൈം എടുത്ത് എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു പാർട്ട് ടൈം ജോബിലോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ടൈം കണ്ടെത്തി ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോബ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും നമ്മളും മോർ ഓഫ് ഇൻഡിപെൻഡന്റ് ആവുമെന്ന് പറഞ്ഞ ഈ വക കാര്യങ്ങളിലേക്ക് അല്ലേ നമ്മൾ ഇച്ചിരി റെസ്പോൺസിബിൾ ആവുകയാണ് നമ്മുടെ ലൈഫ്. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കും. ലൈക്ക് ബേസിക്കലി നമ്മൾ നാട്ടിലായിരുന്നപ്പം നമ്മുടെ പേരൻസ് ഡെഫിനറ്റ്ലി അവരുടെ റോളായിരുന്നു കൂടുതലായിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ്ങിലും അവർ തന്നെയായിരുന്നു റെസ്പോൺസിബിൾ. ലൈക്ക് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇന്റർഫിയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എനിക്കറിയാം കെസിയയ്ക്ക് ഇവിടെ വന്നപ്പം ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം കെസിയയ്ക്ക് ഒരു അക്കോമഡേഷന്റെ കാര്യങ്ങളെ പറ്റി വറി ചെയ്യേണ്ട വന്നില്ല. അപ്പം നാട്ടിൽ അങ്ങനെ ഇവിടെ ഒരു ഫാമിലി ഇല്ലാത്ത ഒരു സ്റ്റുഡൻസ് അവര് വരുമ്പോൾ അക്കോമഡേഷൻ കൊടുക്കുന്നതിനെ പറ്റി, ഇപ്പം ക്രിസ്റ്റീന ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. അതിനെ പറ്റി അത് കിട്ടാൻ എളുപ്പമാണോ? അതിന്റെ ഫീസ്, എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ നമുക്ക് കിട്ടാൻ എളുപ്പമാണ്, കുഴപ്പമില്ല, അതിന് പ്രയാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ്റെ ഫീ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് മറ്റ് അക്കോമഡേഷൻ വെച്ച് നോക്കുമ്പം. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് യൂണിയിൽ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വേറെ ട്രാവൽ എക്സ്പെൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് യൂണിയുടെ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് താമസിക്കാൻ സാധിക്കും. അതെ, ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ലൈക്ക് പുതിയതാണല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് അക്കോമഡേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഫസ്റ്റ് ഇയർ ലൈക്ക് ആ ഇനിഷ്യൽ ടൈമിൽ അക്കോമഡേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പഠിക്കാൻ വന്നതിൽ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മുടെ ഇങ്ങനെ വേറെ രാജ്യത്ത് വന്നതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഏതാണ്? കെസിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഞാൻ പറയും. ബിക്കോസ് നാട്ടിൽ നമുക്ക് അസൈൻമെൻറ്റ്സ് കുറവാണ്, നാട്ടിലും കൂടുതൽ എക്സാംസാണ്. പക്ഷെ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവർ അസൈൻമെൻറ്റ്സിന് കൊടുക്കുന്നത്. അപ്പം അസൈൻമെൻറ്റ് എഴുതുന്ന രീതി, എസ്സേ, അപ്പം നമ്മൾ അത്രയും പ്രൊഫഷൻ്റ് ആയിരിക്കണം ഇംഗ്ലീഷിൽ. ആദ്യമൊക്കെ ഇച്ചിരി പാടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ നമ്മൾ എഴുതി അങ്ങോട്ടൊരു ശീലമായി. പിന്നെ അത് നമ്മൾ യൂസ് ടു ആയിരിക്കും. എന്താ തോന്നിയത്? എനിക്കും സെയിം തന്നെയാണ് തോന്നുന്നത്. നമുക്ക് നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ലൈക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് അത് നമ്മൾ എക്സാമിന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് നാട്ടിൽ നമ്മൾ മെയിനായിട്ടും ഈ പറഞ്ഞ പോലെ. ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ലൈക്ക്
ഒന്നും അങ്ങനെ കാണാതെ പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അനാറ്റമി മാത്രമേ നമ്മളിങ്ങനെ തിയറി ആയിട്ട് മെയിനായിട്ട് പഠിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ അതെ അത് തന്നെ നമ്മൾ മൊത്തം ഗ്രൂപ്പ് ആക്ടിവിറ്റീസും അസൈൻമെൻറ്റ്സും പ്രസൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻ്റർഫിയർ ചെയ്ത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നും അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ ഗ്രൂപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഐഡിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്തും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ. അതെ, നമുക്ക് ബോർ അടിക്കത്തില്ല ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ. വളരെ സത്യമാണ്. ഞാനും നേഴ്സിംഗിന് നാട്ടിൽ പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്കറിയാം, ഞാൻ നാട്ടിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നാട്ടിൽ പഠിക്കുന്നത് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, തിയറിയൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കുന്നുണ്ട്. എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു. എനിക്കറിയില്ല ഇപ്പൊ സിസ്റ്റം മാറിയോ എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പൈൻഡ് ആണ്, അസൈൻമെന്റ് ആയിട്ടും ക്വിസസ് ആയിട്ടും നമ്മുടെ പ്രാക്ടിക്കൽ ഏതായിട്ടും പിന്നെ നമ്മുടെ വേറെ തിയറി വേറെ എക്സാം അങ്ങനെ എല്ലാം കൂടി ഗ്രേഡിംഗ് സിസ്റ്റമാണ്. പല ആക്ടിവിറ്റീസ് വഴി നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഒരു കാര്യം തന്നെ പഠിച്ച് പാസ്സാവാതെ നമ്മൾ പല ആക്ടിവിറ്റീസ് വഴി ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അസൈൻമെന്റ് എഴുതുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി ആർട്ടിക്കിൾ വായിക്കുന്നു, അങ്ങനെ നമ്മുടെ നോളജ് കൂടുന്നു. അപ്പൊ നമ്മൾ വായിക്കുന്നതനുസരിച്ച് നമ്മുടെ അറിവ് കൂടുന്ന മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ അതെല്ലാം ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ ഇവിടെയുണ്ട്. ഇനി അടുത്തത് ഇപ്പം മെയിൻലി മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഒരു ചിന്തിക്കുന്ന ഒരു കാര്യം, നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും ഇവിടെ നമുക്ക് ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? അപ്പം നാട്ടിൽ നിന്ന് ഈ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒത്തിരി പൈസ കാണിക്കണോ? ഇങ്ങനെയാണ് അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളാണോ അതോ നിങ്ങളുടെ പേരൻസ് ആണോ ആക്ച്വലി ഇതിലേക്ക് പുറകെ ഫൈനാൻഷ്യൽ എല്ലാം പേരൻസിനാണ് ചെയ്ത് ഒരു ഇച്ചിരി സർട്ടൻ എമൗണ്ട് കാണിക്കണം, ഫീസും അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ ലിവിങ് എക്സ്പെൻസും കാണിക്കണം. നമ്മളിപ്പം ഇവിടെ വന്ന് നമുക്ക് ഒരു വർഷത്തേനുള്ള നമ്മുടെ ട്യൂഷൻ ഫീ പ്ലസ് ലിവിങ് എക്സ്പെൻസ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പം അത് നമുക്കിങ്ങനെ അക്കൗണ്ടിൽ ഒരു 6 months വേണം, 3 months. പല യൂണിവേഴ്സിറ്റിക്കും പല ഇതാണ്. ഞങ്ങൾക്കൊക്കെ 6 months. ജനറലി ഇപ്പൊ നമുക്ക് FD കാണിക്കുന്നെങ്കിൽ 6 months മിനിമം നമ്മൾ അക്കൗണ്ടിൽ അത് ആ പൈസ ആയിട്ട് കാണിക്കണം. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ആയിട്ടുള്ള ലോണാണ്, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്ര എമൗണ്ട് നമ്മൾ ലോൺ സാങ്ഷൻ ആയിട്ട് അക്കൗണ്ടിൽ കിടക്കുന്നതായിട്ട് കാണിക്കണം. ഓക്കെ, നമ്മള് അങ്ങനെ അക്കൗണ്ടിൽ ലോൺ കാണിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ വരുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ സെമസ്റ്ററിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ ഒരു വർഷത്തെ ഫീസാണ് നമ്മൾ 2 സെമസ്റ്ററിലെ ഫീസാണ്. 2 സെമസ്റ്ററിന്റെ ഫീസ് നമ്മൾ കാണിക്കണം. അതെ, 2 സെമസ്റ്ററിലെ ഫീസ് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സെമസ്റ്റർ വൈസ് ആണ് നമ്മൾ ഫീസ് പേ ചെയ്യുന്നത്. അതെ, നമ്മളിപ്പോൾ മെയിനായിട്ട് നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ നമ്മൾ ഒരു വർഷത്തേന് നമ്മൾ കയറി വരുന്ന ആ ഒരു വർഷത്തേനുള്ളതാണ് മെയിനായിട്ട് കാണിക്കേണ്ടത്. ആ വർഷം നമ്മുടെ ട്യൂഷൻ ഫീയും ലിവിങ് എക്സ്പെൻസും. പിന്നീടുള്ളതിൻ്റെ നമുക്ക് ഇവിടെ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് നമുക്ക് മേക്ക് ചെയ്യാം. അത് അത്രയും പ്രശ്നമുള്ള കാര്യമല്ല. മെയിനായിട്ടും ആ ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഒരു ഫോർട്ട്നൈറ്റിൽ 48 hours ചെയ്യത്തുള്ളൂ. അല്ലാതെ വെക്കേഷൻ ടൈമിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സെമസ്റ്റർ ബ്രേക്കിന്റെ ടൈമിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചാൽ തന്നെ അവരൊരു ലെറ്റർ തരും, നമ്മൾ സെമസ്റ്റർ ബ്രേക്കിലാണ്, സോ അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയും. ആ ലെറ്റർ നമ്മുടെ വർക്ക് പ്ലേസിൽ കൊടുത്തെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത പാർട്ട് ടൈം വർക്ക് ചെയ്താൽ നമ്മുടെ ഈ നമ്മുടെ ഈ ട്യൂഷൻ ഫീസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാം, ബട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് 48 hours വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒന്നീ നമ്മുടെ ട്യൂഷൻ ഫീസ് കവർ ചെയ്യും, അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസ് ചെയ്യും. പക്ഷേ എന്നാലും നമുക്ക് കുറേയൊക്കെ നമുക്ക് ട്യൂഷൻ ഫീസിന് വേണ്ടി മേക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ വെക്കേഷനൊക്കെ അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ കുറേ ഇപ്പൊ നല്ല മെയിനായിട്ടും ഹാർഡ് വർക്കിംഗ്. നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡ് മെയിനായിട്ട് വേണം. നമുക്ക് ആ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മെയിനായിട്ടും. നമ്മള് നാട്ടിൽ ഒരു നഴ്സിംഗ് പഠിക്കുന്ന ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പാർട്ട് ടൈം ജോലി ചെയ്ത് ഒന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. അതിന് പാർട്ട് ടൈം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കലും അതിന്റെ പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, പാർട്ട് ടൈം ജോലി ചെയ്യാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു സേവിങ്സ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഈ പഠനവും പാർട്ട് ടൈം ജോലിയും രണ്ടും കൊണ്ടുപോകാൻ
ഭയങ്കര ടൈറ്റ് ആണോ, അതോ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണോ? ഹോണസ്റ്റ്ലി ടൈറ്റ് ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുകയല്ല, ഉണ്ട്. അതെ ഉണ്ട്. അപ്പം എന്താ ടൈറ്റ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുകൂടെ മാനേജ് ചെയ്യാൻ ഇനിഷ്യലി നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ അതെല്ലാം മാനേജ് ചെയ്ത് വൺസ് യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഒരു ഇതിൽ നമ്മൾ കൺസിസ്റ്റൻസി നമ്മൾ പൊക്കോളും. ആദ്യമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ഇല്ല. അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം എല്ലാ ദിവസവും ക്ലാസ് ഇല്ല, നമുക്ക് പ്രിഫർ ചെയ്യാം ഏതൊക്കെ ദിവസം എങ്ങനെ വേണമെന്ന്. നമ്മുടെ ടൈം ടേബിൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഓൾമോസ്റ്റ് സെയിം ആണ്. സോ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 2 days തന്നെ വീക്കാണ് ക്ലാസ്. അത് കഴിഞ്ഞ് നമുക്ക് പാർട്ട് ടൈം ചെയ്യാം, പിന്നെ 2 ദിവസം ഞങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കും. സോ അങ്ങനെ വെച്ച് പോകുമ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. എല്ലാ ദിവസവും ക്ലാസ് വരുമ്പോഴേ പാടും. പക്ഷെ അങ്ങനെ റെയർ ആയിട്ടേ വരാറുള്ളൂ. ഏത് കോഴ്സ് എടുത്താലും നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യും, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ദിവസം നമുക്ക് ക്ലാസ് വെക്കണം എന്നുള്ളത്. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ടൈം ടേബിൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വീക്ക്ലി 2 ദിവസമൊക്കെ ക്ലാസ് ഉള്ളൂ, ബാക്കി ദിവസം നമുക്ക് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ. അതെ, അസൈൻമെന്റ് ചെയ്യാൻ. ഇവിടെ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ യൂണിയിലത്തെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ സത്യം സെൽഫ് സ്റ്റഡിയാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് മെയിനായിട്ട് ഇവിടെ. അതെ, റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പ്രീ റീഡിങ് ആൻഡ് പ്രീ സ്റ്റഡിങ് പഠിച്ചേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് നമ്മൾ ക്ലാസ്സിൽ പോയിരുന്ന ഒന്നും മനസ്സിലാവത്തില്ല. അതെ, നമ്മൾ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ യൂണിയൻ നമ്മളോട് പറയും നിങ്ങൾ ഇന്ന മൊഡ്യൂൾ കംപ്ലീറ്റ് ലൈക്ക് ജസ്റ്റ് നോക്കിയിട്ട് ക്ലാസ്സിൽ വരാവുള്ളൂ. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ കൂടെ വരുവാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ നമുക്ക് ലൈബ്രറിയിൽ സപ്പോർട്ട് ഉണ്ട്, എന്തെങ്കിലും തരത്തിൽ എവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ സംസാരിക്കാം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് അസൈൻമെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ലേണിങ്ങിന് വേണ്ടി നമുക്ക് അവിടെ നമ്മളെ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ അക്കാഡമിക്കലി മാത്രമല്ല നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള വെൽബീങ്ങിന്. കാരണം അവർക്കറിയാം ഇന്റർനാഷണൽ നമ്മൾ പെട്ടെന്നൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്കറിയാം. അപ്പോൾ അത് ടോക്ക് ചെയ്യാനും സംസാരിക്കാനും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാനും അവിടെ ഇഷ്ടംപോലെ കൗൺസിലേഴ്സ് ഉണ്ട്. അതൊക്കെ ആക്ച്വലി നല്ല ഫീച്ചേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വേറൊരു ചലഞ്ച് എനിക്കുണ്ടായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അപ്പം അന്നൊന്ന് ഇത്രയും ഒരു നമ്മൾക്ക് ഇന്ത്യൻ ഫുഡും അങ്ങനെ ഒന്നും കിട്ടുകയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കഴിഞ്ഞു, അങ്ങനെയൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെ ലൈഫും കൂടെ പഠിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ പേരൻസ് നമുക്ക് കുക്ക് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ്. നമ്മളെ നാട്ടിലത്തെ ഇപ്പോൾ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ലൈക്ക് നമ്മൾ പഠിക്കുക, നമ്മളിപ്പം സ്കൂളിൽ പോയി പഠിക്കുന്നു, തിരിച്ചു വരുന്നു, തിരിച്ച് വേറൊന്നും ലൈക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. പേരൻസ് തന്നെ അവർ തന്നെ നമ്മളോട് പറയുന്ന പോലും ഇല്ല എന്തൊക്കെയാ കാര്യങ്ങൾ. അവർ തന്നെ നമ്മളോട് പറയാതെ എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമായിരുന്നു. ഇവിടെ വന്നപ്പം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഈച്ച് ആൻഡ് എവറിത്തിങ് ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ റെക്കഗ്നൈസ് ചെയ്ത് കണ്ടുപിടിച്ച് ഓരോ നമ്മൾ തന്നെ ചെയ്യുവാണ് ഈ പറഞ്ഞ പോലെ. നിങ്ങൾക്ക് ഈ നഴ്സിംഗിന് വരുന്നതിന് മുമ്പ് യൂണിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ ഈ ഒരു പ്രീ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ? കാരണം ഇപ്പൊ ഇയർ 12 അതായത് +2 നാട്ടിലെ +2, ഞാൻ ഇയർ 12 എന്ന് പറയുന്നത് ഇവിടെ ഇയർ 11 എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ മൈൻഡിൽ പെട്ട ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നത് ഈ +2-ന് സയൻസ് സബ്ജക്ട് പഠിക്കണം. അങ്ങനെ സയൻസ് ബയോളജി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്ജക്ട് ആയിരിക്കണം. ഇപ്പം സയൻസ് മാത്സ് കമ്പ്യൂട്ടർ എടുത്തവർക്കും പഠിക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ തന്നെ അവനാണെങ്കിൽ മാത്സ് കമ്പ്യൂട്ടർ ആയിരുന്നു +2 എടുത്തിരുന്നത്. സയൻസ് തന്നെ വേണമെന്നില്ല. അതെ, കുഴപ്പമില്ല. പക്ഷേ പ്രിഫറബിൾ ബയോളജിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിനകത്തൊക്കെ ബയോളജിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ബയോളജി എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. അനാറ്റമിയൊക്കെ നമുക്ക് ഒരു ബേസ് ഉണ്ട് അതിനകത്ത് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മാത്സ് കമ്പ്യൂട്ടർ എടുത്തവർക്കും നഴ്സിംഗ് ഫീൽഡിലോട്ട് വരാൻ കുഴപ്പമില്ല. പക്ഷേ അതിന് ബയോളജിയുടെ ഒരു ബേസ് നമുക്കവിടെ കുറച്ച് നഷ്ടമാകുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇനിഷ്യലി നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യുന്നു വരും. പിന്നെ നമ്മുടെ IELTS സ്കോർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലാംഗ്വേജ് എക്സാം ഉണ്ട്.
ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണലി ഐ ഫീൽ PT കുറച്ചുകൂടെ എളുപ്പമുള്ളത്. ഞാൻ IELTS എഴുതി PT എഴുതിയതാണ്. ഇവിടുത്തെ സ്കോറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS എല്ലാത്തിനും 7 വേണമായിരുന്നു. അപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് 7 കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. സോ ഞാൻ അതിനുവേണ്ടി കുറേ ടൈം കളഞ്ഞു. പിന്നെ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ത്രൂ റെക്കമെൻഡ് ചെയ്ത് ഞാൻ PT എടുത്തു. PT എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ലെസ് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക്. സെയിം IELTS പോലെ തന്നെ യൂണിറ്റ് 65 ഫോർ എല്ലാ മോഡ്യൂൾസും 4 മോഡ്യൂൾസിനും 65. വെരി ലെസ് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വരാനുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ PT. ലൈക്ക് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഫോർ IELTS. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പിന്നീട് IELTSന്റെ സ്കോർ അല്ലെങ്കിൽ PTE സ്കോറോ വേണോ? അത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഓസ്ട്രേലിയയിലെ? നമ്മളിപ്പോ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇല്ല, അതിന്റെ ആവശ്യം വരുന്നില്ലെന്നാണ് എനിക്ക് വലിയ ഉറപ്പില്ല. പിന്നെ PR-ലോട്ട് പോകുമ്പോൾ നമുക്ക് PT or IELTS നമ്മൾ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 2-3 വർഷം ഈ ഓസ്ട്രേലിയയിൽ നിന്ന് അതെ, അത് നമുക്ക് അതൊരു പറഞ്ഞൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല, അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പം നമ്മളിപ്പം ഇനിഷ്യലി നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ IELTS or PT നമ്മൾ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ അത്രയല്ല. ബിക്കോസ് ടൈം ഒന്നാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മെയിനായിട്ടും ഈ ലാംഗ്വേജിന് വേണ്ടിയാണ് കുറേ 2-3 മാസം ടൈം ഞാൻ എടുത്തത്. അതൊന്ന് പാസ്സാകാൻ വേണ്ടി. പിന്നീടുള്ള അല്ലെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് അതിന് ശേഷമുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. കുറേ ഫിനാൻസും ബാക്കി വിസയുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരു പ്രോസസ്സിംഗ് ആണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള. ഒരു വർഷത്തെ ഒരു പ്രോസസ്സിംഗ് തന്നെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ലാംഗ്വേജ് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കുക. എന്നാൽ മാത്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക്, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് റഷിങ് ആവും. പിന്നെ നിങ്ങൾ തന്ന എല്ലാ ഇൻഫർമേഷനും ഒത്തിരി താങ്ക് യു. നമ്മളിത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഇതൊരു ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് ഇതിന്റെ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം.